നിൽക്കാൻ പറയൂലേ? അപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കും അവസാനം വരെ? ഓക്കെ, എൻ്റെ ഫുഡ് റെസിപ്പി വീഡിയോയിലെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കണേ? അങ്കമാലി മാങ്ങാക്കറി. അങ്കമാലിക്കാരെല്ലാം ഓടിക്കുമെന്ന് അറിയില്ല, അത് കുഴപ്പമില്ല. സോ വെൽക്കം ടു മൈ സ്റ്റോറി. ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം തുടക്കത്തില്. ഈ സോ കോൾഡ് നന്നായി കണ്ടോ, ഇതുപോലെ ഇതൊരു 2.5 സവാള അരിഞ്ഞത്, ഒരു 10-20 കൊച്ചുള്ളി, 4 പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെള്ളുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ മാങ്ങ അരിഞ്ഞ ഉപ്പും മഞ്ഞളും പുരട്ടി മാറ്റി വെച്ച് കുറച്ച് നേരത്തെ വെച്ചത്, പിന്നെ 1-ാം പാലും 2-ാം പാലും, പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി. ഇതൊരു 2.5 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1.25 സ്പൂണ് മുളക് പൊടി. ഇത് മഞ്ഞ കളറായിരിക്കണമല്ലോ മാങ്ങക്കറിക്ക്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച്, എരിവ് കുറച്ച് പാടുള്ള മാങ്ങ. പിന്നെ വെളിച്ചെണ്ണ, വിനാഗിരി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് എല്ലാം കൂടിയിട്ട് നല്ലപോലെ കൂട്ടി തിരുമ്മണം. ചേരുവകളെല്ലാം ഇട്ട് ഉടച്ചെടുക്കണം. അത് നല്ലപോലെ ഉടച്ച് തിരുമ്മി. ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, നല്ലപോലെ ഉടച്ചെടുക്കുക. തിരിഞ്ഞ് ഉടച്ച സവാളയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കാം. വിനാഗിരി, എന്നിട്ട് മാറ്റി വെച്ച മാങ്ങ ചേർക്കാം. നന്നായി ലേശം വെച്ച് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ മണം കിട്ടണണ്ട, വിനാഗിരി ഒഴിച്ചപ്പോൾ നല്ല മാങ്ങക്കറിയുടെ മണം. രണ്ടാമത്തെ പാൽ വെച്ചെടുക്കാം. കറിയായി വേവിച്ചത്. ഇന്ന് കുറുകി വരുമ്പോൾ 1-ാം പാൽ കൂടി വെച്ച് കൊടുത്ത് ഇറക്കം ഒന്ന് തിളക്കണം. പതിയെ ഒന്ന് തിളച്ച് വരുന്ന ഇത് കാണുമ്പോൾ ഓഫാക്കണം. തിളയ്ക്കാൻ പാടില്ല പാല്. പുളിയൊക്കെ ഉപ്പും പുളിയുണ്ട്. സവാളയൊക്കെ നല്ല വളർന്നല്ലോ. കറി നല്ലപോലെ കുറുങ്ങി വന്നിട്ടത്. കുറുങ്ങി വന്ന് നമുക്ക് തലപ്പാൽ വെച്ച് കൊടുക്കാം. തലപ്പാലെന്ന് വെച്ചാൽ ഫസ്റ്റ് പാല്, ആദ്യം പിഴിയണ പാല്, അതിനങ്ങനെ പറയണേ. അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല മച്ചി. ഇത് തിളപ്പിക്കരുത്, ഒന്ന് ചൂടാകുമ്പോൾ ഓഫാക്കാം. മീൻ കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കണ പോലെ തിള തന്നെ അല്ലേ. വെച്ച് എണ്ണ ചൂടായി. ഉള്ളിയൊക്കെ കടുകിടില്ല കേട്ടാ കറിയിൽ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടാം. നമ്മുടെ വറ്റൽമുളക് തീർന്നില്ല. നമുക്ക് ഉറപ്പാക്കാം.
പണ്ട് തൊട്ടേ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ മാങ്ങാക്കറി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൊതിയുള്ളതും എനിക്ക് ഏറ്റവും കംഫർട്ടബിളും ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ചോറും മാങ്ങാക്കറി. ആക്ച്വലി ചോറിൻ്റെ കൂടെ മാങ്ങാക്കറി മാത്രം മതി. പക്ഷേ ഇപ്പോൾ ബൾക്കിംഗ് ആയതുകൊണ്ട് പ്രോട്ടീനിന് വേണ്ടി ഞാനൊരു ഓംലെറ്റും കൂടി എടുക്കുന്നുണ്ട്. ആ കൊതി സാറ്റിസ്ഫൈഡ് ആയതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല, ഇത് ആക്ച്വലി യു ഷുഡ് ട്രൈ ഇറ്റ്. കാരണം ഈ മാങ്ങാക്കറി എല്ലാത്തിൻ്റെയും കൂടി പോകും, നോൺ വെജിൻ്റെ കൂടെ എസ്പെഷ്യലി. നമുക്ക് ചോറ്, മാങ്ങാക്കറി, ബീഫ് റോസ്റ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ കഴിച്ച് നോക്കൂ ആൻഡ് താങ്ക് മീ ലേറ്റർ.